ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ഓണാശംസകളും നേരുന്നു. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക. എന്നിട്ടോ എല്ലാ മക്കളെയും ഭഗവാനിൽ ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. സർവരുടെയും എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ ലോകത്തെ സുഖവും വരും ലോകത്തിലുള്ള സുഖവും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം, എല്ലാ മക്കൾക്കും ഉണ്ടാകണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി. ഇന്നലെ നമ്മൾ എന്താ വായിച്ചത്? ജനക മഹാരാജാവ് മകളെ നാല് മക്കളെയും 4 ആൺപിള്ളേർക്ക്, അതായത് ദശരഥ മഹാരാജ് 4 മക്കളുണ്ട്, അവരെ വിവാഹം കഴിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ ഭാഗ്യം സിദ്ധിച്ചല്ലോ, ഒത്തിരി രാജകുമാരന്മാരൊക്കെ വന്ന്, പക്ഷേ ശക്തിയില്ല വില്ലെടുത്ത് മുറിക്കാനായിട്ട്. അപ്പോൾ വിഷമിച്ചു. അഹം ഇല്ലാതായി. അല്പ അഹം ഉണ്ടായിരുന്നു. എന്തും ചെയ്യാനൊരു കഴിവുണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ അഹം എന്ന് വരുന്നത്. പക്ഷേ ഒരുപാട് പേര് വന്നിട്ടും, രാജാക്കന്മാരൊക്കെ വന്നിട്ടും വില്ലെടുക്കാൻ ശക്തി നിന്നായപ്പോൾ അദ്ദേഹം ബുദ്ധി കെട്ടുപോയി, അഹം നശിച്ചു. അങ്ങനെ ആകണം നമ്മളെല്ലാവരുടെയും. ഇതെന്തിനാ ഇത് പറയുന്നത്? നമുക്ക് ഓരോ വരിക്കും, ഓരോ വാക്കിനും, ഓരോ അക്ഷരത്തിനും നമ്മൾക്ക് ഇത് മനസ്സിലാക്കണം. അറിയാവുന്നതൊക്കെ നമുക്ക് എല്ലാം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ആ അല്പമെങ്കിലും ആ രാജാവിൻ്റെ ഉള്ളിൽ എന്തും സാധിക്കാം എന്നൊരു രാജാവല്ലേ. അപ്പോൾ പോരെങ്കിൽ നാരദ മഹാമുനി പറയുകയും ചെയ്തില്ലയോ, ദേവിയാണ്, ശ്രീരാമ ഭഗവാൻ വരും, അപ്പോൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോഴാണ് പന്തയം വെച്ചത്. ആ ഭഗവാന്റെ വില്ലെടുത്ത് കുലച്ച് മുറിക്കുന്ന ആളിന് സീതയെ കൊടുക്കും. അപ്പോൾ ഒരുപാട് രാജകുമാരന്മാരൊക്കെ വന്നു, പക്ഷേ ആർക്കും അത് നടന്നില്ല, എടുത്ത് പൊക്കാനൊത്തില്ല. അപ്പോൾ ശക്തിയില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയപ്പോൾ അദ്ദേഹം വിഷമിക്കത്തില്ലേ? മകൾക്ക് ഇങ്ങനെ വാക്ക് പന്തയം പറഞ്ഞും പോയി. പിന്നെ എങ്ങനെ അപ്പോൾ ആ ഉള്ളിലെ ആ ഒരു അഹം എന്നുള്ളൊരു ചിന്ത, എന്തോ അഹങ്കാരമൊന്നല്ല, ചെറുതായിട്ട് എന്തും ഇന്ന് ലോകത്തെല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ് ഉള്ളവർ. എന്ത് സാധിക്കാൻ എനിക്ക് ശക്തിയുണ്ട്, 10 മക്കളെ കെട്ടിക്കാനുള്ള ആസ്തിയുണ്ട്, അതിന് സ്വർണവും എല്ലാം കരുതി വെക്കും. പക്ഷേ ആ ഉള്ളിലെ അഹം നശിച്ചല്ലാതെ ചില മക്കളുടെ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളെ കൂടാണ്. അല്ലാത്തവർക്ക് ഈശ്വരൻ നോട്ടമില്ല, എങ്ങനെയോ പോട്ടെ. പക്ഷേ ഒരു ഭക്തനും കൂടെ ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ തെളിച്ചെടുക്കാമെന്ന് ഭഗവാൻ ചിന്തിക്കും. അല്പം കൂടെ തെളിച്ചാൽ നന്നായി വരും. അവരെയാണ് ഇങ്ങനെ തെളിയിപ്പിക്കുന്നത്, അഹം ഒന്ന് മാറ്റിയെടുക്കാൻ. അപ്പോഴേ ഒരുപാട് പുരുഷന്മാർ വന്നിട്ട് നടക്കാതെ പോകുമ്പോൾ ആ അഹം അങ്ങ് നശിക്കും. എന്നെ കൊണ്ട് ഒന്നിനും സാധ്യമല്ല ഭഗവാനേ, അപ്പോൾ ഭഗവാനേ എന്ന് വിളിക്കും. അപ്പം ബുദ്ധി കെട്ടു ഇരിക്കും. നമുക്ക് എല്ലാവർക്കും ഇതാണ് പാഠം. ഇപ്പം തന്നെ എനിക്കും അങ്ങനെ ഒരു പാഠം വന്നു. ഞാൻ ഈ ഭക്തമക്കളെ അങ്ങേയറ്റം ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ സ്വന്തം മക്കളെക്കാളങ്ങ് സ്നേഹിക്കും. അവർ ഒരു നേരം വിളിക്കാഞ്ഞില്ല, കമൻസ് എന്നും 2-3 കമൻസ് ചെയ്യുന്നവർ 2, 4, 5, 6 ദിവസം കഴിയുമ്പോൾ എന്ത് വിചാരിക്കും? 1 ദിവസമായി, 2 ദിവസമായി, അങ്ങനെ ഞാനങ്ങ് വിഷമിച്ച്, ഈ കുട്ടി എന്ത് ചെയ്തു, വയ്യാതെ കിടപ്പിലായോ, ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വിഷമം. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞിരുന്നത്? ഭഗവാൻ ആരോടും സംഘമില്ല. ഭഗവാൻ അങ്ങനെ സംഘം ഉണ്ടെങ്കിൽ ഭഗവാൻ എത്രമാത്രം ജനങ്ങളും ഈ ലോകത്തിലെ സർവ്വതും വിഷമിക്കുമ്പോൾ ഭഗവാൻ എത്രമാത്രം ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊരു പാഠമാണ്. നമ്മൾ ഓരോന്നിലും ഇങ്ങനെ പാഠങ്ങളാണ് പഠിക്കുന്നത്. എനിക്കിപ്പോൾ ഇതാണ് എൻ്റെ പാഠം. സംഘം എല്ലാത്തിൽ നിന്നും കെട്ടുകൾ അറ്റേ മുക്കത് വരും. ഞാൻ എല്ലാത്തിൽ നിന്നും സംഘം ഒഴിച്ചൊഴിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, സ്വന്തം മക്കളോട് പോലും അത് സംഘമില്ലാതെ. അയ്യോ എൻ്റെ കുഞ്ഞ് എന്നുള്ള ചിന്ത ഒഴിഞ്ഞൊഴിഞ്ഞ് വരും. എന്താ കാരണം? ഭഗവാനിലേക്ക് ഭക്തി വർദ്ധിക്കുമ്പോൾ പിന്നെ ഭഗവാനാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ആ സ്നേഹം അങ്ങോട്ടങ്ങ് വിടും. അവിടെ നമുക്ക് എത്ര വലിയ സംഘം എടുക്കാം, ഭഗവാനുമായിട്ട് എപ്പോഴും അത്രമാത്രം ചേർച്ചയിരിക്കാം. പക്ഷേ നമ്മൾ ഈ ലോക മനുഷ്യരോ മറ്റ് മൃഗങ്ങളോ പക്ഷികളോ ഒന്നിലോടും ഒരു മാനിനെ വളർത്തി നമുക്കറിയാം, നമ്മൾ ഭാഗത്തും വായിച്ചുണ്ട്, അതുപോലെ ആയിപ്പോകും.
അതുകൊണ്ട് നമുക്ക് എല്ലാവരിൽ നിന്നും സംഘം കെട്ടുകളറണം. അപ്പം ഇവിടെ എനിക്കുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ മക്കളെയും കണ്ടത്. അപ്പോൾ എനിക്കതിൽ സംഘമായെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്കിപ്പം ഞാൻ പഠിച്ചു. ഇനി നമ്മളെ കാര്യങ്ങളിനെ പറഞ്ഞ് നന്നാക്കുക, അതിൽ കെട്ടിടണ്ട, എൻ്റേന്നുള്ള കെട്ട് വേണ്ട. ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ എല്ലാ മക്കളെയും അങ്ങനെ കെട്ടിട്ട് വെച്ചാൽ കൊള്ളാമോ? അപ്പോൾ അതുകൊണ്ടല്ലേ വിളിക്കാതെ വന്നപ്പോഴോ കമൻസ് ചെയ്തപ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടായത്, വിഷമം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നു, സംഘം പാടില്ല. ആരോടായാലും, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോടായാലും, അവരെ പണ്ടൊക്കെ അങ്ങനെയല്ലയോ, ഒരു പശുവിനെ വളർത്തും, വിൽക്കുമ്പോൾ എന്തൊരു വേദനയാണ്. സംഘം ഉണ്ടായിട്ട് സ്നേഹിച്ചിട്ടല്ലേ ഇന്ന് ഒരുപാട് മക്കൾ അങ്ങനെ ചെയ്തിട്ട് എടുത്ത് അവർക്കൊക്കെ അവരുടെ കാര്യസാധ്യതയുള്ള സംഘമാണ്. കാരണം അങ്ങോട്ട് സ്നേഹിച്ചിട്ട് എടുത്ത് റോഡിലങ്ങ് കളഞ്ഞേക്കാൻ വേണ്ടെങ്കിൽ അത് വേറൊരു ഐറ്റം. പക്ഷെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിച്ച് വളർത്തുമ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാനോ വിൽക്കാനോ തോന്നൂ, അതിനെ കൊണ്ട് അറുത്ത് കൊല്ലാൻ തോന്നൂ, വിടാൻ തോന്നൂ, എത്ര വേദനിക്കും. അതുകൊണ്ട് ഒന്നിലും സംഘം വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം വേദനിക്കും. അതുകൊണ്ട് ഭഗവാൻ ഇപ്പം എനിക്കതൊരു പാഠം തന്നു. എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കണം, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. എല്ലാം പിന്നെ സ്കൂളിലെ സാറന്മാർക്ക് എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവർ അങ്ങനെ സംഘം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം 10ാം ക്ലാസ്സും പഠിച്ച് പോകുമ്പോൾ അവരോട് എന്തുമാത്രം എനിക്കതിനെ കാണാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ മതി, അവർക്ക് സംഘമില്ല ആരോടും. അവർ ഉദ്യോഗത്തിനിരിക്കുന്ന, പഠിപ്പിക്കുന്ന, ശമ്പളം വാങ്ങിക്കുന്നു, വീട്ടിൽ പോകുന്നു. കുട്ടി എന്തെന്നുള്ള തിരക്കൊക്കെ ഒന്നുമില്ല. അതുപോലെ മതി, മനസ്സ് അങ്ങനെ ആകാവൂ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. അങ്ങനെ ഇവിടെ ജനക രാജാവ് പറയുന്നു, അത്ഭുത പുരുഷനാ ഉൽപ്പല നേത്രൻ തന്നെ തൊൽ പ്രസാദത്താൽ എന്ന് സിദ്ധിച്ചൻ എനിക്ക് ഭാഗ്യവശാൽ ഇപ്പോഴത്രമാത്രം വേദനിച്ചെന്നാണ് എൻ്റെ അർത്ഥം. ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഒത്ത ഒരാൾ വന്നല്ലേ അയക്കാനൊക്കെ പറഞ്ഞു പോയില്ലേ വില്ലെടുത്ത് മുറിക്കുന്നവർക്കാണെന്ന്. അപ്പോഴിപ്പം സാധിച്ചല്ലോ. അതുകൊണ്ട് അത്രമാത്രം ആ ജനക മഹാരാജാവ് ഭഗവാന്റെ പ്രസാദത്താൽ ഇന്നെനിക്ക് അത് സിദ്ധിച്ചല്ലോ. എൻ്റെ ഭാഗ്യവശാൽ ദർപ്പകസമനായ ചെൽപുരുഷനെ നോക്കി, അതായത് കാമന് തുല്യൻ, അത്ര സൗന്ദര്യം തേജസ്സും അങ്ങനെയുള്ള ഭഗവാനെ, ആ ശ്രീരാമ ഭഗവാനെ നോക്കിയിട്ട് പിൽപ്പാട് തെളിഞ്ഞുര ചെയ്തത് ജനകനും. അങ്ങനെയാണ് ഭഗവാനെ നോക്കിക്കൊണ്ട് ആ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് കാമന് തുല്യമാണ്. അങ്ങനെയുള്ള ഭഗവാനോട് പറയുന്നു, അദ്യ മേ സഫലമായി വന്നു മനുഷ്യജന്മം, എൻ്റെ മനുഷ്യജന്മം എനിക്ക് സഫലമായി വന്നു. ഭഗവാനോട് തന്നെ പറയുക. മരുമകനായി സീതയെ വിവാഹം കഴിച്ചു, മരുമകനോട് പറയുവാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ ജന്മം സഫലമായി. ഖദ്യോത ആയുധ സഹസ്രോദ്യോത രൂപത്തോടും ഖദ്യോതാന്വയെ പിറന്നൊരു ദരിദ്രവടി അർക്കകുലത്തിൽ ജനിച്ച ഭഗവാൻ വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ 1000 സൂര്യന്മാരുടെ പ്രഭ കലർന്ന രൂപത്തോടെയാണ് ഇവിടെ ഭഗവാൻ ഖദ്യോത അന്വയെ പിറന്നൊരു, അതാണ് അവിടെ 1000 സൂര്യന്മാരുടെ പ്രഭ കലർന്ന രൂപത്തോടെയാണ് ഭഗവാൻ അവതരിച്ചത്. പിന്നെ വിദ്യുൽ സംയുതമായ ജീമൂതം എന്ന പോലെ, അതായത് മിന്നലോട് ചേർന്ന കാർമേഘം, വിദ്യുൽ സംയുതമായ ജീമൂതം എന്ന പോലെ, മിന്നലോട് ചേർന്ന കാർമേഘം. അത്രമാത്രം കാർമേഘത്തിൻ്റെ ഇടയ്ക്കൊരു മിന്നലെന്നാ അങ്ങനെയാ ആ ഒരു തിളക്കം നമ്മൾ കണ്ടിട്ടില്ലേ? ഇട്ടത്രയും നോക്കിയിട്ടില്ലേ? ഇടിയും മിന്നലും വരെ, മിന്നലും ഭയങ്കര ഒരു മിന്നലും ഭയങ്കര കാർമേഘം കറുകറാന്ന് അതുപോലെ ശോഭ, മിന്നൽ എത്രമാത്രം ശോഭ ഉണ്ടാക്കിക്കൂടെ വരുന്നത്. അതുപോലെയാണ് ഭഗവാന്റെ ആ സൗന്ദര്യത്തെ പറയുന്നത്. ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം, ഇങ്ങനെ ഈ ദേവിയാകുന്ന മഹാമായ സീതാദേവിയോട് കൂടെ, ശക്തിയാണ് അമ്മ, പരാശക്തിയാണ്. അപ്പോൾ ആ ദേവിയോടും കൂടെ യുക്തനായി ഈ ഭഗവാനെ കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം, ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചു പോയെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എനിക്ക് സാധിച്ചല്ലോ, എൻ്റെ മനസ്സിലെ ആഗ്രഹം സാധിച്ചല്ലോ, എൻ്റെ മനോരഥം. ഭക്തവത്സല ശ്രീരാമ ഭഗവാനെ, എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ. രക്ത പങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. എനിക്ക് എപ്പോഴും ഭഗവാന്റെ ചരണാഗ്രഹത്തിൽ ഇരുന്ന് സന്തതം എപ്പോഴും എനിക്ക് ഭക്തി വർദ്ധിക്കണം, സംഭവിക്കണം, എനിക്ക് മുക്തി ലഭിക്കണം. ഭക്തി വർദ്ധിക്കണമെങ്കിൽ എന്താണ് ഉപായം? എപ്പോഴും പ്രാർത്ഥിക്കണം, കീർത്തനങ്ങൾ ചൊല്ലണം, ഭഗവാനെ സ്തുതിക്കണം. സ്തുതിച്ച്
ഒരുപാട് സമയം അങ്ങനെ സ്തുതിക്കുമ്പോൾ നമ്മളുടെ പ്രത്യേക ഒരു ലഹരി വരും. ആ ലഹരി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം മൊത്തവും പ്രകാശിച്ച് ആ പ്രകാശവും ഭഗവാനെ പ്രത്യക്ഷമാകാം, ദർശനങ്ങൾ കാണാം. വലിയ വലിയ നല്ല നീല നിറം, എന്തെല്ലാം സൂര്യപ്രകാശം പോലെ ജ്വലിക്കുന്ന പ്രകാശങ്ങൾ, ആകാശ നക്ഷത്രങ്ങൾ, കറുത്ത ആകാശത്തിൽ ഗുരുഗുരാന്ന് അങ്ങ് ഞെരുങ്ങി ഞെരുങ്ങി നക്ഷത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ, എന്തെല്ലാം ചന്ദ്രനെ കാണണോ ഇതൊക്കെയും കാണാം. ഭക്തി വർദ്ധിച്ചാലാണ് കാണുന്നത്. അതുപോലെ ഭക്തി സംഭവിക്കണം, മുക്തി ലഭിക്കണം. തോൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്ലോത്ഭവൻ ജഗത്തൊക്കവയെ സൃഷ്ടിക്കുന്നു. പരമാത്മാവായ ഭഗവാൻ ബ്രഹ്മാവായി നിന്നും കൊണ്ട് തൊൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോത്ഭവൻ ധരിച്ച് ഉൽപ്പലോത്ഭവ ഈ ബ്രഹ്മാവ് ജഗത്ത് ഒക്കവയെ സൃഷ്ടിക്കുന്നു. ആര്? ശ്രീരാമ ഭഗവാൻ, അല്ലെ നാരായണൻ്റെ തന്നെയാണ് ഈ ബ്രഹ്മാവും. ത്വൽപാദാംബുജ ഗളിത അമ്പു ധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ജഗത്തൊക്കെ സംഹരിക്കുന്നത്. ശ്രീരാമ ഭഗവാൻ തന്നെയാണ് പരമശിവനായി സർപ്പഭൂഷണനായി നിന്നും കൊണ്ട് സംഹരിക്കുന്നത്. ത്വൽപാദാംബുജ ഗളിതാംബു ധാരണം കൊണ്ട് സൽപമാൻ മഹാബലി സിദ്ധിച്ചാൻ ഇന്ദ്രപദം. അവിടെ ഇന്ദ്രപദം സിദ്ധിച്ചു മഹാബലിക്ക്. ത്വൽപാദാംബുജ സ്പൃഷ്ടി ത്വൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയും കിൽവിഷത്തോട് വേർപെട്ടു നിർമ്മലയായാൾ. അപ്പം പോകത്തുമില്ല, ഇടയ്ക്ക് എവിടോ അങ്ങോട്ട് എന്താ പോലെ അങ്ങോട്ട് മുടക്കി പിടിക്കുന്നത് പോലെ, അതുകൊണ്ടാണ് സംസാരം വരാത്തത്. അങ്ങനെ പാപം എങ്ങനെ? ത്വൽപാദ അംബുജ സ്പൃഷ്ടി, ആ ഭഗവാന്റെ പാദത്തിലെ പാംസ് കൊണ്ട് അഹല്യയുടെ പാപം അകന്ന് വേർപെട്ട് നിർമ്മലയായവൾ. അപ്പോൾ ആ അഹല്യാദേവി നിർമ്മലയായി. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്ന് മോക്ഷത്തെയും ലഭിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ നാമകീർത്തനം വേണം നമുക്ക് ബന്ധം അകലാൻ. ഇവിടെ എൻ്റെ ബന്ധങ്ങളെല്ലാം എനിക്ക് ചിരി വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതെല്ലാം ചെയ്ത് എൻ്റെ ബന്ധങ്ങളെല്ലാം കുറച്ച് അകത്തി വെച്ച് ഇപ്പം എനിക്ക് സന്തോഷമായിട്ടാണ് അവിടെ വസിക്കുന്നത്. മറ്റത് എനിക്ക് മക്കളൊന്നും വിളിച്ചില്ലെങ്കിലോ വന്നില്ലെങ്കിലൊക്കെ അങ്ങ് ഭയങ്കര കരച്ചിലൊക്കെ ഉള്ളൊരു സമയം എനിക്കുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആനന്ദം, കാരണം ഭഗവാനോട് ചേർന്നിരിക്കുന്ന ആനന്ദം ഈ മക്കൾ വന്നാലോ അവരോട് അവരെ കണ്ടോലോ മിണ്ടിയാലോ കിട്ടുന്ന ഒരു ആനന്ദമാണോ? അതുകൊണ്ട് എനിക്ക് അങ്ങനെ അകർന്നകർന്ന് ഭഗവാനെ ഭജിച്ച് ബന്ധം അറ്ററ്റ് മാറി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സുഖം, ഒരു നിർവൃതി, ഒരു പരമാനന്ദ സുഹൃതം, ആനന്ദ ലഹരി, അത് അങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോ ലഹരിയൊക്കെ എഴുതുന്നത്. അതായത് നാമങ്ങളൊക്കെ എഴുതുന്നതൊക്കെ എൻ്റെ ലഹരി കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബന്ധമകന്ന് മോക്ഷവും ലഭിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മോക്ഷമൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഭക്തമക്കൾ കാരണം എനിക്ക് അല്പോടെ ബന്ധം കൂടി. ഒരു മകൾ എന്നെ ഫോണിലൊക്കെ വിളിച്ച് ഞങ്ങൾ ഭഗവത് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒന്നായി. അപ്പോൾ അതിനെ ഒരു നേരം കമൻസ് ചെയ്യാതെ വന്നപ്പോൾ എന്ത് വന്നു, എനിക്ക് വേണ്ടി അത് വിളിക്കാഞ്ഞതാ. ഞാൻ അങ്ങനെ ആയാൽ അവരെന്നിൽ നിന്ന് അകലുമ്പോൾ ഞാൻ ദുഃഖിക്കേണ്ടി വരും. എനിക്ക് പിന്നെ അവർക്ക് വേണ്ടി ഞാൻ ജനിക്കേണ്ടി എന്തൊരു മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കുക. എന്ത് കഷ്ടപ്പെട്ട് ഞാൻ ബന്ധത്തെയെല്ലാം കെട്ടെല്ലാം അറ്ററ്റിരിക്കാൻ ഞാൻ പിടിച്ചു വച്ചേക്കുന്നത് ആ മക്കളെ. ഒരിക്കലും പാടില്ല എന്ന് ഭഗവാൻ ഭഗവാൻ ആരോട് സംഘമില്ല, എല്ലാം ഭഗവാന്റെ മക്കളാണ്. പക്ഷേ ഭഗവാൻ ആരോട് സംഘമില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, ഭഗവാൻ സംഘമില്ലാത്ത ഇതാ കാരണം. ലോകത്തുള്ള മക്കളുടെ സംഘമുണ്ട്, ഭക്തന്മാർ തന്നെ ആവട്ടെ, അത്രമാത്രം ഭജിക്കുന്ന ഭക്തന്മാരോട് തന്നെ ഭഗവാൻ സംഘമുണ്ടെങ്കിൽ എന്ത് വരും? ആ ഭക്തൻ്റെ ശരീരം വെടിയുമ്പോൾ ഭഗവാനും അവിടെ വിഷമിക്കത്തില്ലേ? പിന്നെ പരമാത്മാവിന് നാശമില്ല, എന്നിലിരിക്കുന്ന ജീവാത്മാവിന് ആണ് ഭഗവാനും. എന്നാലും ആ ശരീരം വെടിയുമ്പോൾ ഒരു വല്ലാത്തൊരു ദുഃഖം ഉണ്ടാകുന്നതുകൊണ്ട് ഭഗവാൻ ആരോട് സംഘമില്ല. ഇത് നമുക്കൊരു പാഠമാണ്. ആരോടും സംഘം വേണ്ട. അത് പഠിക്കേണ്ടൊരു പാഠം തന്നെയാണ്. നമുക്ക് ഞാൻ വിചാരിക്കും എൻ്റെ ബന്ധുക്കളോടൊക്കെ കെട്ടറ്റ് പോയാൽ മതി, ഇത് ഭക്തമക്കളല്ലയോ എന്ന്. പക്ഷെ എന്തുകൊണ്ട് രണ്ടു നേരം അവിടെ കമൻസ് വരാതെ അവർ വിളിക്കാതെ ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ദുഃഖം വന്നു, വിഷമം വന്നു? അപ്പോൾ അത് നമുക്ക് വരുന്ന ഓരോ പാഠങ്ങൾ, നമുക്ക് ഓരോരുത്തരുടെ പാഠങ്ങൾ ഓരോ രീതിയിലാണ്. ഇത് താഴ്ന്ന സമയത്തേക്ക് വേറെ പാഠങ്ങളായിരുന്നു. അതിലെല്ലാം വന്നു ഇപ്പോൾ ഇവിടം വരെ എത്തി. എല്ലാത്തിൽ നിന്നും ബന്ധം അറ്ററ്റ് പോയി സന്തോഷവും ആനന്ദവും കൊണ്ടിരുന്ന സമയത്ത് പിന്നെയും പിടിച്ചു വെച്ച് ഞാൻ ധരിച്ചത് എന്താണെന്നറിയാമോ മക്കളെ? ഭക്തമക്കളല്ലയോ, അവരുടെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ അവരെ ഒരു നേരം കാണഞ്ഞപ്പോൾ എന്താ വന്നേ? ദുഃഖം എന്ന കാരണം ആ സംഘം ഉണ്ടായിട്ടാണ്. ആ സംഘം പാടില്ല, ദുഃഖം ഉണ്ടാകരുത്, ആനന്ദം. അവരെ കണ്ടില്ലേ നമ്മൾ ആനന്ദിക്കണം.
അപ്പോൾ എനിക്ക് ഭഗവാൻ എന്നെ മനസ്സിലാക്കി തന്നു, ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി തന്ന് പാടില്ല. അതുകൊണ്ടാണ് അത് എന്നെ നേരിട്ട് അത് പറഞ്ഞു തരുന്നത്. അവർ 2 നേരം കൊണ്ട് വിളിക്കാതെയും കമ്മീഷനെ അവരെ ദൈവം കൊടുത്ത വേല അവരറിയത്തില്ലായിരിക്കും, പക്ഷെ അവരെ കൊണ്ടത് ചെയ്യിച്ചു. ഞാനിങ്ങനെ മാറാൻ, അല്ലെങ്കിൽ ഞാൻ മാറത്തില്ല, കൂടിക്കൂടി വരും അത്. ഒരിക്കലും എനിക്ക് മണ്ടത്തരം വരുന്നത് എനിക്ക് പറഞ്ഞു തരാൻ ആളില്ലല്ലോ. അപ്പോൾ ഭഗവാൻ എനിക്ക് ഉള്ളിൽ നിന്ന് പറഞ്ഞു തന്നു, ആരോടും സംഘം വേണ്ട, കെട്ടുകൾ അറ്റനിരിക്കണം, ആരോടും വേണ്ട. പക്ഷേ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ചെയ്തു കൊടുക്കണം, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഭഗവാൻ ഭക്തനിലും ഭഗവാനിലും വേണം. ഭഗവാൻ അങ്ങനെ, കാരണം അത് സംഘം വേണം, ഭഗവാനോട് വേണം. പക്ഷെ ഭഗവാൻ ഇങ്ങോട്ടില്ല, നമുക്ക് അങ്ങോട്ടാണ് വേണ്ടുന്നത്, അവിടെ ചേരാൻ. മരണസമയത്ത് നമുക്ക് അവിടെ ചേരണം. പക്ഷെ ഭഗവാൻ നമ്മളിലല്ല ചേരേണ്ടുന്നത്, ഭഗവാൻ നമ്മളാണ് ചേരേണ്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നത് ദൈവം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, എൻ്റെ വേദന അതോടുകൂടി പോവുകയും ചെയ്ത്. ഇങ്ങനായിരുന്നു. അപ്പോൾ കാണാം വേദന എല്ലാം പോയപ്പോൾ കാണാം ആള് കമൻസ് തന്നേക്കുന്നു, നിർമ്മല പവിത്രനെ ആള്. ഞാൻ കരഞ്ഞെന്നറിയുമോ, ആദ്യമുള്ള കുട്ടിയാ എന്നോട് അമ്മേ രാമായണം ഇടന്നെല്ലാം പറഞ്ഞ കുട്ടിയായപ്പോൾ എന്തിയേ എന്ന് ചെന്ന് കണ്ണു മുമ്പ് കരച്ചിലായിരുന്നു. ഈ കുട്ടി എന്താ എന്നെ വിളിക്കാത്തത്, എന്താ കമൻസ്, എവിടെ പോയി, എനിക്ക് ഒരു നേരം ഒന്നും അറിഞ്ഞാൽ മതി, എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, എനിക്ക് അറിയേ വേണ്ട എന്ന് ഞാൻ പറഞ്ഞ അവസാനം. അങ്ങനെ എൻ്റെ വേദനയും വിഷമമൊക്കെ പോയപ്പോഴാണ് ഇങ്ങനെ ഈ കമൻസ് വന്നത്. അതാണ് എനിക്കൊരു നമുക്കെല്ലാവർക്കും ഭഗവാൻ ഒരു ഗുരു വേറെ ഇല്ലെങ്കിൽ ഈശോ നമുക്ക് ഗുരുവാണ്. അതുകൊണ്ട് ബന്ധം അകന്ന് മോക്ഷത്തെയും ലഭിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരണമേ പാദപങ്കജദ്വയം. സന്തതം യോഗസ്ഥന്മാരായ, അതായത് ഭഗവാനിൽ എപ്പോഴും ചേർന്നിരിക്കുന്ന യോഗികൾ, അവരെന്ത് വരുന്ന അങ്ങനെയുള്ള മുനീന്ദ്രന്മാർ സന്തതം എല്ലായ്പ്പോഴും ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഭഗവാന്റെ പാദത്തിൽ അങ്ങനെ ചിന്തയോടുകൂടി ഇരിക്കണം. എന്തിനാ? യോഗം, ചേരാൻ. അപ്പോൾ നമ്മുടെ ശരീരം വെടിയുമ്പോൾ ഭഗവാൻ ചേരാം. ഇപ്പോഴേ ചേർന്നാൽ ഭയക്കാതെ അങ്ങ് ചേർന്നോളും. നമുക്കറിയാം നമ്മൾ ചേർന്ന് കഴിഞ്ഞു. ചേർന്നിട്ട് പിന്നെ ശരീരം പോയാൽ എന്താ, ചേർന്നിരിക്കുകയല്ലേ, പിന്നെ ഒരു ചേരക്കം ഇല്ല. ഈ ശരീരം മരിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ചേരാം. പിന്നീടൊന്നും ചേർന്നിട്ട് പിന്നെ ചേരാൻ പറ്റത്തില്ല. ഇന്നേ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് മരിക്കാതിരിക്കട്ടെ, നമ്മൾ ഇന്നലെ ഭഗവാനായിട്ട് യോഗിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചേരൊക്കെ ചേർന്ന് കഴിഞ്ഞു. ഒരു ശരീരത്തിനേ പോക്കുള്ളൂ, ഭഗവാനെ ചേർന്ന് കഴിഞ്ഞു. അതാണ് പറയുന്നത് ജീവൻ മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ മുക്തി നേടുക, അതാണ്. പിന്നെ മരിച്ചങ്ങ് പോയിട്ട് ചേരുന്നത് എങ്ങനെയാ? അതിനു മുമ്പേ ചേർന്ന് പഠിക്കണം, ചേർന്ന് വരണം, വന്നിട്ട് വേണം മരണം, ശരീരത്തിന് മരിക്കാൻ. അവൻ ജീവൻ മുക്തി എന്നാണ് അതിന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോഴേ ഭഗവാനിൽ മുക്തിയായി ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പം പെട്ടെന്ന് തന്നെ ഭഗവാൻ എനിക്കതിന് ആ മാറ്റം തന്നു. അല്ലെങ്കിൽ ഞാൻ ഇതെനിക്ക് പഠിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഉള്ള കാലം ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ചുണ്ട്, ഓരോരുത്തരും മിണ്ടാതെ ഇരിക്കാൻ ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയില്ല, ഭരതൻ ജനിച്ച പോലെ പിന്നെ ഈ പിള്ളേരെ കാണാണ്ട് തന്നെ ജനിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇതിൽ കിടക്കുന്നത്. നമ്മുടെ വാസന പോലെ അവന് ജനനം. അതുകൊണ്ട് ഒന്നിലും വാസന വേണ്ട, ഭ്രമം വേണ്ട, സംഘം വേണ്ട, ഭഗവാനിൽ സംഘം എടുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടേ. അതിനോട് ഇത് വായിക്കാൻ അതുകൊണ്ട് കുറച്ചേ പറ്റും. ഇതൊക്കെ വായിച്ച് പോകാനും മക്കളെ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ 32 ദിവസം കൊണ്ട് ഞാൻ എല്ലാം വായിച്ച് തീർത്തു. പക്ഷെ നിങ്ങൾ വല്ലതും മനസ്സിലാക്കിയോ? നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വത്സല എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ധ്യാനവും അങ്ങേയറ്റത്തെ ഒരു പ്രാർത്ഥന ഇരിക്കുക, അതും പാടില്ല. മനസ്സിളവിക്കൂടാ. മനസ്സിലെല്ലാം നല്ല ഉറപ്പ് വേണം, ധൈര്യം വേണം, ശക്തി വേണം. മനസ്സ് ഭ്രമിച്ചുകൂടാ. അതിനങ്ങനെയൊക്കെ ആയിപ്പോയി. മുമ്പ് ഈ പ്രാർത്ഥന വരുന്ന മുമ്പേ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അതൊക്കെ എന്തൊക്കെയോ ചിലർ പറഞ്ഞു കൊടുത്തനുസരിച്ച് എന്തൊക്കെയോ ചെയ്തു. ഇപ്പോഴാണ് എന്നെ സമാധാനമുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും എൻ്റെ മുഖത്തെ പ്രാർത്ഥനകളെല്ലാം ഈ മുഖം കാണുന്ന വെച്ചാൽ അത് ദൈവത്തിന് തുല്യം, ഒരു ഗുരുവിന് തുല്യമായിട്ട് എന്നെ കണ്ടതുകൊണ്ടാണ്. പക്ഷേ ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് കാണാൻ രൂപമില്ലാത്തതുകൊണ്ട് ആരെയാണ് ആ പ്രാർത്ഥന മനസ്സിൽ ഇരിക്കുന്നത് അങ്ങ് കാണുന്നത്, അത്രയേ ഉള്ളൂ. അത് ഒത്തിരി വളർന്നു വരുമ്പോൾ അത് മാറിക്കൊള്ളും. പിന്നെ രൂപമില്ലാത്ത പരമാത്മാവ് ആണെന്ന് ചിന്തിക്കും. എല്ലാം ഏകമായി പിന്നെ കാണും. ഇപ്പം ആദ്യപടി അങ്ങനെ ഞാനും അങ്ങനെ ആയിരുന്നു. അതാണ് ദർശനങ്ങളൊക്കെ അന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ വിട്ടു. അപ്പോൾ ഞാൻ കർത്താവായിട്ട് കണ്ടു. അത് പിന്നെ ഇപ്പോഴാണെങ്കിലോ, ഇപ്പം ഒരു രൂപം എനിക്കില്ല. ഞാൻ ഒരു മകനെ സ്നേഹിക്കുന്ന പോലെ ഭഗവാൻ കണ്ണനെ സ്നേഹിക്കുന്നു. പക്ഷേ ഞാൻ ആരെയാ പ്രാർത്ഥിക്കുക? പരമാത്മാവിനെയാണ് ചിന്തിക്കുന്നത്. രൂപമില്ലാത്ത ഈശ്വരനെ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അതാണിപ്പം ഞാൻ അങ്ങനെ ആവും. കൊടുക്കാൻ നമ്മൾ ഇതെല്ലാം കേട്ട് അങ്ങനെ ആവും. ഓരോ പടി കടന്നിടന്നാണ് പോണത്. അങ്ങനെ
ചിന്തിക്കായി വരണമേ പാദ പങ്കജദ്വയം. ഇത്തം ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും. ഭക്തി കൈക്കൊണ്ട് കൊടുത്തിടിനാൻ മഹാധനം. സ്ത്രീധനങ്ങളൊക്കെ കൊടുത്തു. കരികൾ ആനകൾ 600, 10,000 തേരും. കരികൾ എന്ന് വെച്ചാൽ ആന. കരികൾ 600-ഉം 10,000 തേരും സീതയ്ക്ക് സ്ത്രീധനം കൊടുക്കുന്നതാണ് രാജാവ് ശ്രീരാമന്. തേരും തുരകങ്ങളെയും നൽകിടിനാൻ 100,000 കുതിരകളെ. പത്തിയും 1,300,000 ദാസികളും. വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം. പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും. 100 കോടി സ്വർണത്തിന്റെ ഭാരം സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും. സന്തോഷത്തോടെ ഇതെല്ലാം സ്വീകരിച്ചു ശ്രീരാമനും. വിധി നന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ട്. കൽമഷ അകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ച് നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴി പോലെ പോയി താമസിക്കുമ്പോൾ പതിവ്രതയായിട്ടുള്ള എല്ലാ ശീലങ്ങളും എങ്ങനെ കഴിയണം എല്ലാം പറഞ്ഞു വിട്ടു, പഠിപ്പിച്ചു വിട്ടു. ഇന്നാണെങ്കിലോ മക്കളെ എന്തെങ്കിലും പഠിപ്പിക്കൂ, വന്ന എന്തൊക്കെ അവരുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത് അതൊക്കെ ആണ് കാട്ടുന്നത്. രക്ഷാതാക്കളൊന്നും പഠിപ്പിച്ചൊന്നും ഇവിടെയൊന്നും വേണ്ട, പഠിപ്പിച്ചായിട്ട് പഠിക്കത്തും ഇല്ല. ഇന്നത്തെ കുട്ടികളെല്ലാം അങ്ങനെയാണ്. അവർക്ക് ഒരു തോന്നൽ എന്തെങ്കിലും ഉണ്ടായി നന്നാവത്തേ ഉള്ളൂ. അത് ഇപ്പം ഇവിടെ അങ്ങനെ ആയി, നന്നായി. വന്നപ്പോൾ 20 വയസ്സേ ഉള്ളായിരുന്നു, ഒന്നും പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പറയുമ്പോൾ ഞാനാ കുറ്റക്കാരിയാവുന്നത്. പക്ഷെ ഇപ്പോൾ പറയും അമ്മ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് എനിക്കെല്ലാം അറിയാം. പക്ഷെ ഒന്നും വീട്ടുകാരും ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നത് 19 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയിരുന്നു. യാതൊന്നും അറിയില്ല, ആരും പറഞ്ഞെടുത്താല ഞാനല്ലേ എനിക്കെന്താ പറയുക, ഇന്ന് ഞാനെല്ലാം തികഞ്ഞ ആളാണ് എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം എപ്പോഴും പറയും അമ്മ ഇതൊക്കെ തന്നതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും ഞാനിപ്പം എനിക്ക് ഇവിടെ തന്നെ വന്ന് വരാനത്ത് അമ്മയുടെ ഈ ദൈവികമൊക്കെ എനിക്ക് ഇഷ്ടം ഇതൊക്കെ കേൾക്കാൻ. പക്ഷെ ആൾ സ്ഥലത്തൊന്നുമില്ല, എപ്പോഴും തിരക്കാ എന്ന് പഠിക്കാനൊക്കെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളും നന്നായി വരും. ആദ്യം നമുക്ക് വളരെ ദുഃഖം ഉണ്ടാക്കി, പക്ഷെ അതൊക്കെ ഇപ്പം ആനന്ദമായി. നമുക്ക് അവർക്ക് അറിവില്ലായ്മ വരുമ്പോൾ നമ്മൾ സഹിച്ചേ പറ്റൂ. പക്ഷെ സഹിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. ചില കാര്യങ്ങൾ നമ്മൾ വളർത്തി അത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ മകൻ, അപ്പോൾ എന്നാലും ആ മകന് വേണ്ടി നമ്മളെല്ലാം സഹിക്കും. അങ്ങനെ സഹിച്ചാലും നമ്മൾ കരഞ്ഞും പോവും, സ്ത്രീകളല്ലേ. അപ്പോൾ അങ്ങനെ കരഞ്ഞും പോവും. എല്ലാം ഇപ്പം ആനന്ദ നിർവൃതി കൊള്ളുന്നു. എല്ലാം കൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. കാരണം കുട്ടികളാകുമ്പോൾ നമ്മൾ സഹിക്കണം. അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണല്ലോ. അറിയുമെങ്കിൽ കർത്താവ് പറഞ്ഞില്ലേ, ഇവൻ ചെയ്യുന്നത് ഇവൻ അറിയുന്നില്ല, ഇവൻ എന്താ ചെയ്യുന്ന അറിയായികയാൽ ഇവനോട് ക്ഷമിക്കണമേ. നമ്മളും അങ്ങനെയാ. കുട്ടികൾക്ക് അറിയാമെങ്കിൽ പറയത്തില്ലല്ലോ. ഇപ്പം തന്നെ ഇപ്പോൾ ഒരു മുതിർന്ന ആൾക്കാരെ എന്തെങ്കിലും പള്ളു തന്നെ പറഞ്ഞിരിക്കട്ടെ, അറിയാമെങ്കിൽ അവർ പറയൂ. അവരുടെ വീട്ടിലെ രക്ഷാത്തോളെയും അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മളെയും പറയുന്നത്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ വേറൊരുത്തം വെച്ചായിരിക്കത്തില്ല, ശീലമാണല്ലോ വരുന്നത്. അത് പിന്നെ പോകെ 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 നന്നായിക്കൊള്ളും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ജീവിതത്തിനാണ് നമ്മളുടെ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ കുട്ടി നമ്മുടെ മകനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് സ്നേഹം കാണിക്കും. കുട്ടി കുറ്റങ്ങൾ ചെയ്തിരിക്കും, അത് നമ്മൾ സമാധാനിച്ച് പറഞ്ഞു കൊടുക്കുക. അവർ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളതും സഹിച്ചും കരഞ്ഞും വിളിച്ചും ഇരിക്കുക. പോകെ പോകെ ഈശ്വരൻ എല്ലാം നേരെ കൊണ്ടുവരും. അല്ല എവിടെ പോകാനാ? ഒരിക്കലും കാട് കളഞ്ഞവൻ്റെ കൈ കളയല. ഈശ്വരൻ അങ്ങനെയാണ്. വാളെടുത്തവൻ വാളാലേന്നാണ് കിടക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക അതാണ് നമുക്ക്. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ വാളെടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ നല്ല വിത്ത് നല്ല തറയിൽ വിതച്ചാൽ അത് 100 മേനി വരെ അത് വിളയും. നമ്മൾ വിതയ്ക്കുന്ന വിത്ത് ഏതാണ് അതാണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ഫലമാണ് കിട്ടുന്നത്. നമ്മൾ കാഞ്ഞിരക്കുരുവാണ് നമ്മൾ വിതച്ചാൽ നമുക്കും ആ കാഞ്ഞിരക്കുരുവിൻ്റെ വിളവാണ് കിട്ടുന്നത്. അത് തിന്മ വിതച്ചാൽ അതാണ്, തിന്മയാണ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് ഫലം. നമ്മൾ നന്മ വിതച്ചാൽ നമുക്ക് അതാണ് ഫലം. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയക്കേണ്ട ഒരു മക്കളും. നന്മ നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് മക്കളും തനിയേ വന്നിരിക്കും. ഇഷാറായണ്ണി മൂക്ക് കൊണ്ട് ഇഷാറായണ്ണി നമ്മുടെ അടുക്ക വരും. അതാണ് ഈശ്വരൻ. അല്ലെങ്കിൽ പിന്നെ ഈശ്വരൻ ഇല്ലെന്ന് തന്നെ കാണണം. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കൂ, ഭഗവാനെ സ്നേഹിക്കൂ. അങ്ങനെ വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. അവരെല്ലാവരും യാത്ര അയക്കാനായിട്ട് ജനക മഹാമുനി
മുനിയല്ല, രാജാവ്. ജനക മഹാരാജാവ് എല്ലാവരെയും സന്തോഷമായിട്ട് സുമന്ത്രിയാദി മന്ത്രികളെയൊക്കെ അവരുടെ വസിഷ്ഠ മഹാമുനിയെ എല്ലാവരെയും സമ്മോദം കൊണ്ട് ദശരഥനും പുറപ്പെട്ടു. കൽമഷം അകന്നൊരു ജനക നൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ച് നിർമ്മലഗാത്രിയായ പുത്രിക്ക് അത് വായിച്ച് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ച് വഴിപോലെ അന്നേരം പറഞ്ഞത് അത് വായിച്ചതാ, മറന്നുപോയി. അങ്ങനെ വഴിപോലെ പറഞ്ഞു വിട്ടു. രക്ഷകർത്താക്കൾ അങ്ങനെയാ, നല്ല കുടുംബത്തിൽ അങ്ങനെയാ, എല്ലാം പറഞ്ഞു വിടും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉള്ളിൽ അറിഞ്ഞവരായിരിക്കണം. നമ്മൾ എത്ര അറിഞ്ഞാലും ചെന്ന് കയറുന്നിടത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടെങ്കിൽ അപ്പോഴേ അവിടെയും വിഷമിക്കണം. എനിക്കും അങ്ങനെ ആയിരുന്നു. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ഇങ്ങോട്ട് വരും. വേറെ കുടുംബത്തിൽ വരുമ്പോൾ അവിടെ വേറൊരു ലക്ഷണത്തിലായിരിക്കും അവിടെ ജീവിതങ്ങൾ. ഞാനിപ്പോൾ ഒരമ്മയ്ക്ക് ഒരു മകളും ഒരു മകനായിട്ട് ജീവിച്ച സ്ഥലത്ത് 6-7 അംഗങ്ങളുള്ള വീട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സർവ്വതും നമ്മളിൽ നിന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മക്കളെ അയക്കാനല്ല. ആ ദുഃഖ ദുരിതങ്ങളെ ഒരുപാട് അനുഭവിച്ച് 3-4 പെൺമക്കളെ അയക്കണമായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവാണ് നോക്കിയതും എല്ലാം. രണ്ട് മക്കളെ ഞങ്ങൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് അയച്ചു. പിന്നെ ഏതെല്ലാം രീതിയിലും ഒന്നും ഭർത്താവിൻ്റെ മുതലെന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല, വാടിച്ചിട്ടുമില്ല, എനിക്കും തന്നിട്ടില്ല, എൻ്റെ മക്കൾക്കും കൊടുത്തിട്ടില്ല. അന്വേഷിച്ച് എല്ലാ മക്കളുടെ കാര്യങ്ങളെല്ലാം ജോലിക്ക് പോയി കൊണ്ടുവന്ന് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി പഠിപ്പിച്ചു, എല്ലാം ചെയ്ത്. പക്ഷേ ഓഹരി എന്ന് ആവട്ടോ അല്ലെ ഒരു പൈസ സമ്പാദിച്ചോ ഞങ്ങൾ മക്കൾക്കും ഞങ്ങൾക്കാർക്കും തന്നിട്ടില്ല. പിന്നെ എല്ലാം അവർക്ക് വേണ്ടി എന്നാ ചെയ്തത്? അത് നല്ല കാര്യമല്ലേ? എനിക്ക് എൻ്റെ അച്ഛനും മുതൽ എല്ലാം കളഞ്ഞിട്ട് വന്നുകൊണ്ട് എൻ്റെ അമ്മയ്ക്കുള്ള മതിയായിരുന്നു എനിക്ക്. അത്രയും എനിക്കുള്ളപ്പോൾ മറ്റുള്ളവർക്ക് അത്ര ഒട്ടുമില്ലാത്തവരോട് നമ്മൾ പിടിച്ച് പറിക്കൂ? അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? അവർക്ക് വേണ്ടി. പക്ഷേ അവർക്കുള്ള ജീവിത ശൈലി വേറെ രീതിയാണ്. ഇങ്ങനെ ചെയ്തവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ചിന്തയൊന്നും ഉള്ള അല്ല. അവർക്കത് അറിയത്തില്ല. അറിയാത്തതുകൊണ്ട് അവർക്ക് ആ പാഠങ്ങളൊന്നും കിട്ടില്ല. അതായത് ഈശ്വരൻ നമുക്ക് എന്ത് ചെയ്താൽ നമ്മൾ ഈശ്വരന് നന്ദി പറയണം. മറ്റുള്ളവർക്ക് ആരും നമുക്കൊരു ഉപകാരം അവർക്ക് നന്ദി പറയണം. ഒരു വാക്കുകൊണ്ടുള്ള അവരെ വിഷമിച്ചോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും അങ്ങനെ അറിയാത്ത കുടുംബമാണ്. അപ്പം നമ്മളത് എന്താ പറയുക, നമ്മൾ അവരുടെ രീതിക്ക് വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ചേരത്തിന് നമ്മളുമായിട്ട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷെ അവർക്കത് അറിയത്തില്ല. അവർ ഈ കണക്ക് വലിയ ഭാവം എല്ലാം അതിഭയങ്കരമായ ആസ്തികളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിനകത്ത് എളിമയില്ല. ആദ്യകാലത്തെ അതിന് ഒരു പഴമൊഴിയുണ്ട്, ഉരിയില്ലെങ്കിലും നാഴിയുടെ ഇത് കാണിക്കുമെന്ന്. അത് അന്ന് അവിടെ പറയുമായിരുന്നു, ഒരു മരുമകൻ പറയുമായിരുന്നു. അപ്പം അതേപോലെ ആണ് സ്വഭാവം. അത് മാറാൻ ചിലർക്ക് വാസനയല്ലേ എല്ലാത്തിൻ്റെ, അത്രയേ ഉള്ളൂ. നമ്മൾ അവരെ പൊക്കി വെക്കാൻ വലിയ കാര്യമാണ്. എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ബഹുജനം പലവിധമാണെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഞാനിത് പറയാൻ കാരണം ഇന്ന് ഒരുപാട് മക്കളിത് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതായത് എൻ്റെ കാര്യം പറയുമ്പം അത് വിശ്വസിക്കാമല്ലോ. എൻ്റെ കുടുംബം ഇവിടെ അല്ല, എൻ്റെ കുടുംബം കൊല്ലം പടിഞ്ഞാറാണ്, ഇവിടെ കിഴക്ക്, ഇതും കൊല്ലം ജില്ലയാണ്. ഞാൻ അഞ്ചൽ, ഞാൻ അത് പാരപ്പള്ളി കിപ്പറം വേളമാനം എന്ന് പറയാം. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ കുടുംബത്തെ കൊണ്ടുവന്ന കുടുംബത്തോട് ചേർന്ന് തന്നെ ഞാനും ജീവിക്കുന്നത്. ഞാനിതിനകത്തൊരു കള്ളത്തരങ്ങൾ പറഞ്ഞാൽ എനിക്കത് പിടിക്കുമോ? ഒന്നും ഞാൻ പറഞ്ഞില്ല, പറയാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അല്പം പറഞ്ഞ കാരണം ഇന്ന് ഒരുപാട് മക്കൾ ഇതുപോലെ വേദനിക്കുന്നുണ്ട്. കൂട്ടരും അമ്മായിയമ്മ മരുമകളെ കൊണ്ട് വേദനിക്കുന്നു, മരുമകൾ അമ്മായിമ്മയെ കൊണ്ട് വേദനിക്കുന്നു. പല രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി സന്തോഷിച്ച് ചിരിക്കുക. എല്ലാം മാറണമെങ്കിൽ പരമാത്മാവ് വിചാരിക്കണം, അപ്പോൾ എല്ലാം മാറും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാ. എൻ്റെ അനുഭവം പറഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റൂ. അതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങൾ ഒരു മനുഷ്യരും അനുഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ അറിയാം. പറയുന്ന വാക്കുകൾ പോലും തെക്കുടക്കായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി പിന്നെ വായിക്കാൻ. ഇതൊക്കെ പറഞ്ഞെന്നില്ലെങ്കിൽ മക്കളെ നിങ്ങളൊക്കെ വിഷമിക്കും. ഓരോ കുട്ടികളെ അയക്കുന്ന ആരും ഇപ്പം കല്യാണം കഴിക്കാതിരിക്കുന്ന കുട്ടികൾ, ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല, പെൺപിള്ളേർക്ക് കല്യാണം വേണ്ട. എന്താ കാരണം? ഇതൊക്കെ എല്ലാവരും ഒന്ന് സഹിച്ചെങ്കിലും ക്ഷമിച്ചെങ്കിലോ പോകെ നന്നായി വരും. മക്കളുടെ പ്രായങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ മാറി വരും. അമ്മായിയമ്മയെ അല്പം ക്ഷമിക്കണം, മരുമകൾ കുട്ടികളാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ക്ഷമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം താനേ ശരിയായിക്കൊള്ളും. അത് ചിന്തിക്കാണ്ട് എടുത്തിയാട്ടം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാ മക്കളും ഇത് മനസ്സിലാക്കി, എൻ്റെ വാക്കുകൾ ഇത് കേൾക്കുന്ന കൊച്ചു കുട്ടികൾ വരെ ഇത് മനസ്സിലാക്കി ജീവിക്കുക, പ്രാർത്ഥിക്കുക. ഈശ്വരൻ എല്ലാത്തിനും വഴിയൊരുക്കും. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഓണാശംസകൾ എല്ലാ മക്കൾക്കും.